അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം നല്ല സന്തോഷമുള്ളൊരു ചോദ്യമാണ്. നിനക്ക് എത്രമാത്രം വലുതാകണം? ചോദ്യം എന്താണ്? നിനക്ക് എന്തോരം വലിയ ആളാകണം? അതാണ് ചോദ്യം. അത് ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു ചിരി വരുന്നുണ്ട്. നമുക്ക് എത്രമാത്രം വലുതാകണം? ഇന്ന് പരിശുദ്ധ അമ്മയുടെ ആ വലുപ്പത്തിൻ്റെ ഒരു തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പരിശുദ്ധ അമ്മ സ്വർഗത്തോളം വലുതാവുകയും ഭൂമി മുഴുവൻ നിറയുകയും ചെയ്യുന്നു എന്ന വലിയൊരു വ്യാപ്തിയുടെ, പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യത്തിൻ്റെ, അധികാരത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ അമ്മ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ടു. അവളുടെ ആ രാജ്ഞി പദത്തിൻ്റെ തിരുനാളാണ്, ക്യൂൻഷിപ്പ് ഓഫ് മേരിയാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ എത്രമാത്രം വലുതാകണമെന്ന് ചോദിക്കുമ്പോൾ, പരിശുദ്ധ അമ്മ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ വച്ച് ഏറ്റവും വലിയ വലുപ്പത്തിലേക്ക് വളർന്നവളാണ് അമ്മ. എങ്ങനെയാണ് അമ്മ ഇത്രമാത്രം വളർന്നത്? അമ്മ ഇത്രമാത്രം വളർന്നത് അത്രമാത്രം താഴുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മുകളിലേക്ക് വളരാനുള്ള വഴി എന്ന് പറയുന്നത് താഴേക്ക് വളരുക എന്നതാണ്. പരിശുദ്ധ അമ്മ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിർത്തിക്കൊണ്ട് അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. സ്വയം ദാസിയാക്കി, വാക്കുകൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ട്, മനോഭാവം കൊണ്ട്, നിലപാടുകൾ കൊണ്ട് കർത്താവിൻ്റെ ദാസിയായി മാറി. അങ്ങനെ ദാസിയായി മാറിയവളാണ് ഈ ഭൂമിയിൽ, ദാസിയായി മാറിയവളാണ് സ്വർഗത്തിൽ രാജ്ഞിയായി മാറിയത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോ പറഞ്ഞു, തന്നെ താഴ്ത്തുന്നവർ ഉയർത്തപ്പെടും. നമ്മൾ ഈ ഭൂമിയിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എത്രമാത്രം നമ്മളെ തന്നെ വളർത്താം, അധികാരമുള്ളവരാക്കി, എത്രമാത്രം നമ്മെ തന്നെ പലതരത്തിൽ, അതിനെ നമ്മൾ ഒറ്റ വാക്കിൽ നമ്മൾ പൊങ്ങച്ചം എന്നൊക്കെ പറയും, നമ്മളെ തന്നെ എത്രമാത്രം ഊതി വീർപ്പിക്കാം എന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മനോഭാവമുള്ള മനുഷ്യന്റെ മുൻപിൽ പരിശുദ്ധ അമ്മ എത്രമാത്രം തന്നെ താഴ്ത്താം എന്ന് നമ്മെ പഠിപ്പിക്കുക. നമുക്കറിയാം, മരം, അതിൻ്റെ വേര് എത്രമാത്രം താഴേക്ക് ഓടിക്കുന്നുവോ, എത്രമാത്രം അത് താഴ്ത്തുന്നുവോ, അത്രമാത്രം ആ മരത്തിന് ഉയരാനും ഉയർന്നു നിൽക്കാനും കഴിയും. ഹല്ലേലൂയ. സംഗീതവുമായി ബന്ധപ്പെട്ടും അപ്രകാരം ഒരു ചിന്തയുണ്ട്. എത്രമാത്രം നിങ്ങൾക്ക് താഴേക്ക് പാടാൻ പറ്റുമോ, അതായത് ലോവർ സൗണ്ടിൽ പാടാൻ പറ്റും. ഇപ്പൊ നമ്മൾ സരിഗമ പദനിസാന്ന് മുകളിലേക്ക് മാത്രമല്ല, അല്ലേ, മറന്നുപോയല്ലോ, സനിതപ മകരിസ എന്ന് താഴേക്കും പാടാറുണ്ട്. അതിങ്ങനെ പാടി എത്രമാത്രം താഴേക്ക് പാടാൻ പറ്റുന്ന ഒരാൾക്ക് ഉച്ചസ്ഥായിയിൽ അത്രമാത്രം മുകളിലേക്ക് പോകാൻ പറ്റുമെന്ന് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തെ എല്ലാ തരത്തിലും എത്രമാത്രം എളിമയുള്ളവരാക്കി. ഇന്ന് നമ്മൾ നമ്മുടെ വചന ശുശ്രൂഷയിൽ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം അതാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമല്ല, മനുഷ്യരുടെ മുൻപിലും ഈ എളിമ എന്ന് പറയുന്ന പുണ്യം നമ്മൾ എത്രമാത്രം പാലിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ വ്യാപ്തി വർദ്ധിക്കും. ഈ ഒരു ചിന്തയോടുകൂടെ നമുക്ക് പരിശുദ്ധമായ ഈ ദിവ്യബലി അർപ്പിക്കുകയും പരിശുദ്ധ അമ്മയുടെ രാജ്യത്തെ തിരുനാൾ നമുക്ക് ആഘോഷിക്കുകയും ചെയ്യാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അങ്ങാടിക്കടവിൽ നിന്ന് വരുന്ന നമ്മുടെ സഹോദരി